ഹലോ ഗൈസ്, അടുത്തത് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷത്തെ സൈഡ് വിസിറ്റ് ആണ്. ഞങ്ങൾ പോകുന്നത് ആഗ്ര ഫോർട്ടിലേക്കാണ്. ആഗ്ര ഫോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്ര ഫോർട്ടിലെ 2 ഓർമ്മകൾ പറയും. ഈ കാണുന്നതാണ് ആഗ്ര ഫോർട്ട്, കണ്ടോളൂ. ഇതാണ് ഞങ്ങളുടെ മിസ്. നോക്ക് മിസ്, ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലത്തെ വൈബ്. ഇതാണ് ആഗ്ര ഫോർട്ട്. അപ്പൊ നിങ്ങൾ കൺകുളിർക്കെ കാണുക, ഇനി കണ്ടില്ല എന്ന് പറയരുത്. പടുകൂറ്റൻ ബിൽഡിംഗ് ആണ് ആഗ്ര ഫോർട്ട്. ആഗ്ര ഫോർട്ടിന് മുന്നിലും പ്രഫുൽ. ഇത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. വുഡ്. ഇത് ലാട്രൈസ് സ്റ്റോൺ ആണ് ഗൈസ്. ഇത് മയോണ് ഗൈസ്. ഓ മൈ ഗോഡ്, ദട്ടമാണ് ഗൈസ്. ഇവിടെ എന്തോ ഉണ്ട്. കൊരങ്ങനെ കണ്ടോ? ഞങ്ങളെല്ലാവരും കൂടി കൊട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കോ വരുന്നതാണ്. ചില സ്ഥലത്ത് കേട്ടു, ചില സ്ഥലത്ത് കേട്ടു. പിന്നെ ഈ സൈഡിൽ കൂടെ ചൂടുള്ള എണ്ണയും പിന്നെ അതേമാതിരി ചൂട് വെള്ളം, കല്ല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എറിയുമായിരുന്നു പോലെ. അനധികൃതമൊക്കെ ആയിട്ട് ആരെങ്കിലും ഇതിനുള്ളിൽ കയറി വന്ന രാജാക്കന്മാരും കൂടെ പണി കഴിച്ച സംഭവമാണ്. അപ്പോൾ ഫസ്റ്റത്തെ അക്ബർ ഉണ്ട്, ജഹാംഗീർ ഉണ്ട്, പിന്നെ ഷാജഹാൻ. അങ്ങനെ 3 ആൾക്കാരുടെ ഒരു ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞാൽ. Again the right with the building, and this building is called Jahangir Palace. Okay, Jahangir Palace. But പിന്നെ ആ കാണുന്ന ഡപ്പ പോലത്തെ സാധനമില്ലേ, അതൊരു ബാത്ടബാണ്. അതിൻ്റെ സൈഡ് ഫുള്ള് സ്വർണം കൊണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമ്മുടെ സ്വർണ്ണമൊക്കെ ആയിട്ട് മൂപ്പര് അങ്ങോട്ട് മുങ്ങി. നമ്മൾ ഈ കയറി പോകുന്നത് ഒരു ഹോളിലേക്കാണ്. അവിടേക്ക് നമ്മൾക്ക് ഉള്ളിലേക്ക് എൻട്രൻസ് വേണമെങ്കിൽ മുകളിൽ നിന്ന് ഒരു വെള്ളം ഇങ്ങനെ വീഴുന്നു. ആ വെള്ളത്തിൽ നമ്മൾ സ്നാനം ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റുള്ളൂ. ബിക്കോസ് നമ്മൾ പരിശുദ്ധരാവണം എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു അർത്ഥം. ഇവിടുന്ന് നോക്കുമ്പോൾ താജ്മഹൽ നമുക്ക് ചെറുതായിട്ട് കാണും. പക്ഷേ ഒരു സൈഡിലേക്ക് മാറി നോക്കുമ്പോൾ താജ്മഹൽ നമുക്ക് വലുതായിട്ട് കാണും. അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ആ വോള് കണ്ടോ? ആ കോർണറിൽ നമ്മൾ പറയുന്നത് മറ്റേ കോർണറിൽ നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല എന്നാണ് പറയുന്നത്. ഉള്ളിൽ ഹോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് മൂപ്പര് ആ സൈഡിൽ നിന്ന് പറയുന്ന സാധനം കേൾക്കാൻ പറ്റും. അത് ഭയങ്കര രസമാണ്. ഷാജഹാൻ്റെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടില്ല. അപ്പം മൂപ്പര് അവർക്ക് വേണ്ട പല്ലക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന സംഭവം കണ്ടോ? അവിടെ ഗ്രേപ്സിൻ്റെ തോട്ടായിരുന്നു. പലതരം ഗ്രേപ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന്ന് അവർക്ക് വേണ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് വൈന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കായിരുന്നു പോലെ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഷാജഹാന്റെ ബെഡ്റൂമാണ്. ഇവിടെ നേരെ തിരിഞ്ഞ് വലത്തോട്ടാണ് പച്ചക്കറിത്തോട്ടം. അതെ, പച്ചച്ചീരിയും ചോപ്പ് ചീരിയും. Okay, now we have a look at this white color building, and this building is called the jail. Yeah. Before jail, they have a Shahjahan's private room. Yes, because this building is done by the Shah Jahan, and the same white marble and same color stones also here, and that is very unique art, and that art. So market that time in the palace. Okay, and that time this market is very special because that time the unique thing is selling in these places. Okay, and antique things also. And that time this market is very famous for the cloth item, textile, jewelry, and different things, and including sarees also.
And still sarees. രണ്ട് മാസത്തേക്കൊന്നും ആവില്ല. കുഴഞ്ഞു കഴിച്ചു എന്താ പോലെ വീണ്ടും